വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവാനായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു 4 ട്രിക്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഈ ട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ പീരിയഡ്സിൻ്റെ ആ ഒരു സമയം മുതൽ തന്നെ നമ്മൾ കുറച്ച് ഫോളോ ചെയ്യുന്ന ഈ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇംപ്ലാന്റേഷൻ എളുപ്പത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ട്രിക്സ് ഫോളോ ചെയ്യുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഈ ട്രിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സോൾട്ട് കൺസംഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ സോൾട്ട്, അതായത് ഉപ്പ്, നമ്മൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഉപ്പിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഉണ്ടാകും. ഇതിനെ പറ്റിയിട്ടുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. അതിലെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. കൂടുതൽ സോൾട്ട് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴേക്കും നമുക്ക് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒരുപാട് എഫക്ട്സ് അതുമൂലം ഉണ്ടാകും, ഒരുപാട് സൈഡ് എഫക്ട്സ് അതുമൂലം ഉണ്ടാകും. ഇവിടെ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറയും, ക്വാളിറ്റി കുറയും, BP കൂടും, ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടാകും. ഇനി സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോർമോണൽ ഇംബാലൻസസ് അവിടെയും കുറയും, അവിടെ ഹോർമോണൽ ഇംബാലൻസസ് വ്യത്യാസമാകും, കൺസെപ്ഷൻ ഡിഫിക്കൽട്ട് ആകും, പ്രിക്ലാംസിയ പോലെയുള്ള, അതായത് നമുക്ക് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ ഡെലിവറി സമയത്തൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അംശം നമ്മൾ കുറയ്ക്കാമെന്ന് പറയുമ്പോഴേക്കും ചില ആളുകളുണ്ട് ഫുഡിൽ കറികളിൽ ഉപ്പിടുന്നത് കൂടാതെ ചോറിൽ ഉപ്പിട്ട് കഴിക്കുക, അതുപോലെ തന്നെ ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ അച്ചാറുകൾ കൂടുതലായിട്ട് കഴിക്കുക, സ്നാക്സ് കൂടുതലായിട്ട് കഴിക്കുക, ഇതിലെല്ലാത്തിലും ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലായിട്ട് സ്നാക്സ് ഒരു ദിവസമൊക്കെ കഴിക്കുന്ന ഒരാൾക്കൊക്കെ അയാളുടെ ശരീരത്തിൽ ദിനേന എത്തുന്ന ഉപ്പിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ഇങ്ങനെ ഉപ്പിൻ്റെ കൺസപ്ഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും അത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ഇംപ്ലാന്റേഷനൊക്കെ നിങ്ങൾ ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ആ സമയത്തൊക്കെ ഉപ്പിൻ്റെ അളവ് നല്ലതുപോലെ കുറയ്ക്കാട്ടോ. നമ്മൾ ഭക്ഷണത്തിൽ ഇപ്പോൾ കഞ്ഞി വാർക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് കഞ്ഞി വാർക്കാതെ, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് കഴിക്കാതെ, നമ്മൾ വറപലഹാരങ്ങളൊക്കെ കൂടുതൽ വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന വറപലഹാരങ്ങളൊക്കെ കൂടുതൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമല്ലാതെ മറ്റുള്ള ഏത് ഭക്ഷണമാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അവിടെ അവരെ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടും അവർ ഒരുപാട് കെമിക്കൽസും അതുപോലെ തന്നെ അജിനോമോട്ടോ പോലെയുള്ള രാസവസ്തുക്കളും ഒക്കെ അതിനകത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലിടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് നമ്മൾ ആ കഴിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ വായിൽ ലഭിക്കുന്നതല്ലാതെ അതിനൊപ്പം അതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സും ഇതുമൂലം നമുക്ക് കിട്ടും. ജങ്ക് ഫുഡ്സും ബേക്കറി ഐറ്റംസും ഒക്കെ കൂടുതലായിട്ടും കഴിക്കുന്ന ഒരു സ്ത്രീക്കും അതുപോലെ തന്നെ പുരുഷനും അവരിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങളിപ്പോൾ അടുപ്പിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതുമൂലം തന്നെ നിങ്ങളിൽ വണ്ണം ഒന്ന് വെക്കുന്നതിനും നമ്മളൊന്ന് ഒബിസിറ്റി നമ്മളിൽ ഉണ്ടാകുന്നതിനും, ഈ ഒബിസിറ്റി കൂടുതലായിട്ട് വരുന്നത് ഹോർമോണൽ ഇംബാലൻസസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. എക്സസ് ആയിട്ടുള്ള ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിനും, അതായത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനും, അതുമൂലം നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിനും ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നതിനും ഇത് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. ബർഗർ, പിസ്സ, ഡോണറ്റ്സ്, ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള വറപലഹാരങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്ന പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രമല്ല, നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രവണത നിങ്ങളിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമതായിട്ട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പാഡ് തന്നെ ഒരുപാട് നേരം യൂസ് ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. ഒരു 4 മണിക്കൂർ നമ്മുടെ ഫ്ലോ അനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ ബ്ലീഡിങ് ഉണ്ടാകുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ പാഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ ഒരു പാഡ് തന്നെ ഒരുപാട് നേരം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകും, ഇൻഫെക്ഷൻസ് ഉണ്ടാകും, ഇച്ചിങ് ഉണ്ടാകും, എൻഡോമെട്രിയോസിസ് ഉണ്ടാകും. ഈ എൻഡോമെട്രിയോസിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അതുമൂലം ഉണ്ടാകും. അപ്പോൾ കഴിവതും നിങ്ങൾ പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് മെൻസ്ട്രൽ കപ്പ് അവൈലബിൾ ആണ്, മെൻസ്ട്രൽ കപ്പല്ല നിങ്ങളിപ്പോൾ സാനിറ്ററി പാഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 4 മണിക്കൂറിന് ശേഷം നിങ്ങൾ സാനിറ്ററി പാഡ്സ് ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് ബ്ലീഡിങ് ഉണ്ടെങ്കിലും ബ്ലീഡിങ് ഇല്ലെങ്കിലും നമ്മൾ ആ സാനിറ്ററി പാഡ്സ് കൃത്യം ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കൂടുതൽ നേരം ഇരിക്കുമ്പോഴേക്കും ആ പുറത്തേക്ക് പോകേണ്ട ആ ബ്ലഡ് തന്നെ നമുക്കിങ്ങനെ സ്റ്റോറായി ഇരിക്കുമ്പോഴേക്കും അതിലടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ സാനിറ്ററി പാഡിൽ ആ ഒരു ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രാഗ്രൻസ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റിമേറ്റ് ഹൈജീൻ നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എസ്പെഷ്യലി സ്ത്രീകളെന്ന് പറയാനായിട്ടുള്ള കാരണം നമ്മുടെ ശരീരത്തിലോട്ട് ആ പുരുഷൻ്റെ ഒരു സെമൻ കടന്നു വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു എൻവയോൺമെൻറ്റ് പുരുഷന് ആ ഒരു വജൈനൽ pH ലെവൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഉണ്ടാകണം. ഈ വജൈനൽ pH ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ അവിടെ ആൽക്കലൈൻ ആയിട്ടുള്ള സ്പേമിനെ ഇല്ലാതാക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടും. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആ ഒരു ഇൻറ്റിമേറ്റ് ഹൈജീന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സും അതുപോലെ തന്നെ സോപ്പും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് തവണ നല്ലതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് പോലെ നമ്മുടെ വജൈനൽ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം നമ്മുടെ വജൈനയുടെ pH ബാലൻസിനെ അത് അഫക്റ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ വജൈനയിൽ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് വജൈനൽ ഡിസ്ചാർജസ്. അപ്പോൾ നമ്മൾ ആ ഒരു വജൈനൽ ഡിസ്ചാർജ് മൂലം നമ്മുടെ വജൈന തന്നെ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിന് ചുറ്റുമുള്ള ആ ഒരു സ്കിന്നാണ് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതും മൈൽഡായിട്ടുള്ള രീതിക്ക് സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കൂടുതലും ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സും അതുപോലെ സോപ്പും ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം നമ്മുടെ വജൈനയുടെ pH ബാലൻസിന് വ്യത്യാസം അവിടെ ഉണ്ടാകും. ഈ വജൈനയുടെ pH ബാലൻസിന് അവിടെ വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് കടന്നു വരുന്ന സ്പേമിനെ വജൈനയിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുന്നതിന് അത് കാരണമാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത് ഒരിക്കലും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ മുതലല്ല, അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 to 12 days എന്നുള്ള ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈമിൽ മാത്രമല്ല നമ്മളൊരു ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് തയ്യാറാവേണ്ടത്. നേരെ മറിച്ച് നമ്മളൊരു പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി നിങ്ങൾ എപ്പോഴാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് എപ്പോഴാണോ തയ്യാറായി തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ തന്നെ നമ്മുടെ ഓവുലേഷനും ഇംപ്ലാന്റേഷനും സക്സസ്ഫുൾ ആയിട്ട് നടക്കേണ്ടതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അതല്ലാതെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നോക്കാം, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കേണ്ട, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് സോൾട്ട് കൂടുതലായിട്ട് കഴിക്കേണ്ട, അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇൻറ്റിമേറ്റ് ഹൈജീൻ്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയം മുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. കാരണം അതിന് മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ കൊണ്ട് നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആക്കാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. താഴെ പിള്ളേർ ഭയങ്കര മത്സരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ, കാരണം അവർ അത്രയും ഉച്ചത്തിൽ കിടന്ന് മൂത്ത ആൾ വിളിച്ചുകൊണ്ടിരിക്കുക. അനിയനെ കളിക്കാൻ വിളിക്കുന്നതിൻ്റെ സൗണ്ടാണ്, കിച്ചു കിച്ചു എന്ന് വിളിക്കുന്നതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഡിസ്റ്റർബൻസ് ഉണ്ടാകുമെന്ന് അറിയാം, എന്നാലും ഒന്ന് ക്ഷമിക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.